അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളി H1B വിസക്കാർക്കും ബിസിനസ്സുകാർക്കും US IT മേഖലയിൽ കരിയർ കെട്ടിപ്പടുക്കുന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി വലിയ പ്രാധാന്യമുള്ള ഒരു സുപ്രധാന റിപ്പോർട്ടാണ് IRS അഥവാ അമേരിക്കൻ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക ഭൂപടത്തിൽ വൻപൻ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഉയർന്ന നികുതിയുള്ള പരമ്പരാഗത IT ഹബ്ബുകളായ ന്യൂയോർക്ക്, ഇലിനോയിലെ ഷിക്കാഗോ, കാലിഫോർണിയ എന്നിവിടങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് പ്രൊഫഷണലുകളും വൻകിട കമ്പനികളും ടെക്സസ്, ഫ്ലോറിഡ തുടങ്ങിയ സ്റ്റേറ്റ് ഇൻകം ടാക്സ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിലേക്ക് കൂട്ടത്തോടെ ചേക്കേറുന്നതാണ് IRSന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിലുള്ള മലയാളി പ്രവാസികളെ ഈ വലിയ മൈഗ്രേഷൻ ട്രെൻഡ് എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് വിശദമായി തന്നെ ഇതിനെക്കുറിച്ച് നോക്കാം. IRS പുറത്തുവിട്ട സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് മൈഗ്രേഷൻ ഡേറ്റ പ്രകാരം അമേരിക്കൻ എക്കണോമിയിൽ സമ്പത്തിന്റെ വലിയൊരു ഒഴുക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഉയർന്ന നികുതി നിരക്കുകൾ കാരണം ന്യൂയോർക്ക് സംസ്ഥാനത്തിന് $9.9 ബില്യൺ, ഇല്ലിനോയ്ക്ക് $6 ബില്യൺ, കാലിഫോർണിയയ്ക്ക് $20 ബില്യൺ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം അഥവാ മൊത്ത വരുമാനമാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം നഷ്ടമായിരിക്കുന്നത്. ഈ നഷ്ടപ്പെട്ട സമ്പത്തിൽ വലിയൊരു ശതമാനവും ഒഴുകിയെത്തിയത് അമേരിക്കൻ മലയാളികൾക്ക് സുപരിചിതമായ ടെക്സസിലേക്കാണ്. ഏകദേശം $5.5 ബില്യൺ പുതിയ സമ്പത്താണ് ടെക്സസിലേക്ക് ഒഴുകിയെത്തിയത്. ഈ മൈഗ്രേഷൻ അഥവാ ആഭ്യന്തര കുടിയേറ്റം അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നല്ല, മറിച്ച് അമേരിക്കയിലെ കോർപ്പറേറ്റ് കമ്പനികളും ഉയർന്ന ശമ്പളം വാങ്ങുന്ന IT പ്രൊഫഷണലുകളും വളരെ തന്ത്രപരമായി എടുത്ത തീരുമാനങ്ങളുടെ ഫലമാണ്. ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം എന്താണെന്ന് പരിശോധിക്കാം. അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോ കുടുംബമോ ഫെഡറൽ ഇൻകം ടാക്സ്, സ്റ്റേറ്റ് ഇൻകം ടാക്സ്, പ്രാദേശിക ടാക്സുകൾ എന്നിങ്ങനെ പലവിധ നികുതികൾ നൽകേണ്ടതുണ്ട്. ഇതിൽ ന്യൂയോർക്ക്, ഇലിനോയ്, കാലിഫോർണിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് ഇൻകം ടാക്സ് അമേരിക്കയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ്. ഇതിനു പുറമെ ഉയർന്ന പ്രോപ്പർട്ടി ടാക്സും അനുദിനം വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് അഥവാ കോസ്റ്റ് ഓഫ് ലിവിംഗും ഈ സംസ്ഥാനത്തിലെ സാധാരണ IT ജീവനക്കാരെയും സംരംഭകരെയും സാമ്പത്തികമായി വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അമേരിക്കയിൽ ശരാശരി $1,50,000 മുതൽ $2 ലക്ഷം വരെ വാർഷിക ശമ്പളം വാങ്ങുന്ന ഒരു മലയാളി H1B കുടുംബത്തിന് തങ്ങളുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗവും വെറും നികുതികൾക്കായി മാത്രം ഈ സംസ്ഥാനങ്ങളിൽ നൽകേണ്ടി വരാറുണ്ട്. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാരെയും ബിസിനസ് പ്രവർത്തനങ്ങളെയും ടെക്സസ് പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെക്സസ്, ഫ്ലോറിഡ, വാഷിംഗ്ടൺ ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ 9 സംസ്ഥാനങ്ങളിൽ വ്യക്തിഗത സ്റ്റേറ്റ് ഇൻകം ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നതാണ്. അതായത് ന്യൂയോർക്കിൽ നിന്നും ഒരാൾ തന്റെ ജോലി ടെക്സസിലേക്ക് മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ അടിസ്ഥാന ശമ്പളത്തിൽ യാതൊരു വർധനവും ഇല്ലെങ്കിൽ പോലും സ്റ്റേറ്റ് ടാക്സ് ഇല്ലാത്തതിനാൽ പ്രതിവർഷം $15,000 മുതൽ $40,000 വരെ അഥവാ 12 ലക്ഷം മുതൽ 33 ലക്ഷം രൂപ വരെ അവർക്ക് ലാഭിക്കാൻ സാധിക്കുന്നു. ഇത് വെറും ഒരു നികുതി ഇളവ് മാത്രമല്ല, ഒരു പ്രവാസി കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പ് കൂടിയാണ്. IT കമ്പനികൾ തങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ ന്യൂയോർക്കിൽ നിന്നും ഷിക്കാഗോയിൽ നിന്നും ടെക്സസിലേക്ക് മാറ്റുന്നതോടെ വലിയൊരു തൊഴിൽ വിപ്ലവം കൂടിയാണ് അവിടെ നടക്കുന്നത്. ഓസ്റ്റിൻ, ഹ്യൂസ്റ്റൺ, ഡോളസ് തുടങ്ങിയ നഗരങ്ങൾ അമേരിക്കയിലെ പുതിയ ടെക് ഹബ്ബുകളായി അഥവാ സിലിക്കൺ ഹില്ലുകളായി മാറിക്കഴിഞ്ഞു. H1B വിസയിലുള്ള IT ജീവനക്കാർക്കും ഗ്രീൻ കാർഡ് നടപടികളിലൂടെ കടന്നു പോകുന്നവർക്കും ടെക്സസ് ഇപ്പോൾ വലിയൊരു സുരക്ഷാ കവചം തീർക്കുകയാണ്. ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയമില്ലാതെ പുതിയ അവസരങ്ങൾ കണ്ടെത്താനും കുറഞ്ഞ ജീവിത ചെലവിൽ സ്വന്തമായി വീട് വെക്കാനും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും ഈ പുതിയ മൈഗ്രേഷൻ ട്രെൻഡ് പ്രവാസികളെ സഹായിക്കുന്നു. അമേരിക്കയിൽ ജോലി അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളും പുതിയ കുടിയേറ്റക്കാരും ന്യൂയോർക്കിനെയോ ഷിക്കാഗോയോ ആശ്രയിക്കാതെ നേരിട്ട് ടെക്സസ്, ഫ്ലോറിഡ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് മാറാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന ഈ വമ്പൻ മാറ്റങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് നിങ്ങളുടെ കരിയറും നിക്ഷേപങ്ങളും പ്ലാൻ ചെയ്യുന്ന ഒരു പ്രവാസിക്ക് മാത്രമേ ഭാവിയിൽ അമേരിക്കൻ ജീവിതം സുരക്ഷിതമാക്കാൻ സാധിക്കൂ. ഉയർന്ന ശമ്പളവും മികച്ച അവസരങ്ങളും ലഭിക്കുമ്പോൾ തന്നെ ഓരോ മാസവും നികുതിയായി കൊടുക്കുന്ന തുക എങ്ങനെ ലാഭിക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് ടെക്സസ് പോലെയുള്ള സംസ്ഥാനങ്ങൾ നൽകുന്ന സാധ്യതകൾ വളരെ വലുതാണ്. US ജോബ് മാർക്കറ്റിലെ മാറ്റങ്ങളും IRS നികുതി നിയമങ്ങളും അമേരിക്കൻ പ്രവാസികൾക്കായുള്ള സുപ്രധാന അപ്ഡേറ്റുകളും വേഗത്തിൽ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.